വലിയകുന്നിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വൈദ്യുത പോസ്റ്റ് തകർന്നു. ഇന്ന് പുലർച്ചെയുണ്ടായ അപകടത്തിൽ എടയൂർ പൂവോത്തുംപാറ സ്വദേശി 47 വയസ്സുള്ള സാദിഖ് തങ്ങൾക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയകുന്നിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. എടയൂർ പൂവോത്തുംപാറ സ്വദേശി 47 വയസ്സുള്ള സാദിഖ് തങ്ങൾക്കാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ വളാഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ KSEBയുടെ വൈദ്യുതി പോസ്റ്റും തകർന്നതിനെ തുടർന്ന് വ്യാപാരികൾ KSEBയെ വിവരം അറിയിച്ചെങ്കിലും അധികൃതർ സ്ഥലത്തെത്തിയതല്ലാതെ തുടർ നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് വ്യാപാരികളുടെ ആരോപണം. രാവിലെ പുലർച്ചെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്നേക്കൂടെ അങ്ങനെ കിടക്കുന്നുണ്ട് സംഭവം. അങ്ങനെ KSEBക്ക് വിളിച്ചു പറഞ്ഞു വന്നു നോക്കി എന്നല്ലാതെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊക്കെ വിളിച്ചു നോക്കി, പഞ്ചായത്ത് ബന്ധപ്പെട്ട് നോക്കി, ആർക്ക് ബന്ധപ്പെട്ടും കാര്യമില്ല. കാരണം വലിയ വ്യാപാരികൾ ആകെ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഈ ഓണ സീസണൊക്കെ ടൈമിലാണ് വസ്ത്ര കച്ചവടക്കാർ, ബേക്കറികൾ, ബേക്കറി തന്നെ ഐസ്ക്രീമൊക്കെ 5 മണിക്കൂർ വരെ പരമാവധി ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടായി പോകും. വളരെ പ്രതിസന്ധി. അപകടം നടന്നിട്ട് 10 മണിക്കൂറിലേറെയായിട്ടും വൈദ്യുതി പോസ്റ്റ് മാറ്റി പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ വ്യാപാരികൾ പ്രതിഷേധത്തിലാണ്. വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. കേരള വിഷൻ, വളാഞ്ചേരി.